അങ്കിൾ, അവളെ തൊട്ടുപോകരുത്. ഇനി ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും അവളെ പറഞ്ഞോ, പിന്നെ ഈ ജസ്റ്റിൻ ആറ്റം ക്രിസ്റ്റി ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവരും അറിയും. ജസ്മിൻ, നീ മിണ്ടാതിരിക്കുക. അതാരും നിനക്കറിയില്ലേ? ആന്റിയും ദിയുടെ അച്ഛനാ. അപ്പൊ അതിനനുസരിച്ചുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അച്ഛാ, ഈ കാര്യത്തില് അച്ഛൻ ഇടപെടരുത്. കാരണം എനിക്കറിയാം എന്ത് എപ്പോ എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഡേവിഡ് അങ്കിള് മേ ബി ദിയുടെയും ആന്റെയും അച്ഛനായിരിക്കാം. ഒരച്ഛൻ എന്ന നിലയിൽ അവരെ ശിക്ഷിക്കാനും ശാസിക്കാനും എല്ലാ അധികാരവും അങ്കിളിനുണ്ട്. പക്ഷെ ഇപ്പൊ അങ്കിൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ട് ഇനി എന്റെ മുമ്പിൽ വെച്ച് ദിയനെ വല്ലതും പറഞ്ഞ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ഞാൻ റിയാക്ട് ചെയ്യാം. ജസ്മിൻ, നീ മിണ്ടാതിരിക്കുക. അതാരും നിനക്കറിയില്ലേ? ആന്റിയും ദിയുടെ അച്ഛനാ. അപ്പൊ അതിനനുസരിച്ചുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. മുത്തശ്ശ, എനിക്കറിയാം ഞാൻ ഉറപ്പായിട്ടും ഡേവിഡുകളിന് എന്റേതായിട്ടുള്ള റെസ്പെക്ട് ഞാൻ മുഴുവൻ കൊടുക്കും. പക്ഷെ ഇപ്പോ നടന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിപ്പോ ഡേവിഡുകളല്ല, ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ ഇനി ദിയനെ വിളിച്ച് നിങ്ങൾക്കെല്ലാം പറയാനാണ് ഭാവമെങ്കില് അതെന്നെ കൊണ്ട് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെന്താ നടക്കാന്ന് നിങ്ങൾക്കെല്ലാം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ജസ്റ്റിൻ മോനെ, ഞാനിപ്പോൾ അടിച്ചത് ഇവളോട് ദേഷ്യം കൊണ്ടൊന്നുമല്ല. അവൾ എന്റെ മോള് തന്നെയാ. അവൾക്ക് തെറ്റ് പറ്റിയ തിരുത്താനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. ദേക്ക് കല്യാണം നടക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലെന്ന് മറ്റാരെ കളഞ്ഞിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ദിയനെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ആനെ കാണാനില്ല. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാതെ. ജസ്റ്റിൻ, നീ എന്നോട് ക്ഷമിക്കുക. ഇത് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇതിലിപ്പം ആരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മളെല്ലാം തെറ്റുകാർ തന്നെയാണ്. കാരണം നമ്മൾ ഒരു നിമിഷം ആന്റെ ഭാഗത്ത് കേൾക്കേണ്ടതായിരുന്നു. ഈ ഒരു ദിവസം ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോ ഞാൻ എന്റെ മോനോട് എന്താ പറയണ്ടേ? ഈ ഒരു സിറ്റുവേഷൻ ഒരച്ഛനാലും മോനോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. എടാ, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ തൊട്ട് അതെങ്ങനെയാ വരികയെന്ന് നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. നീയോട് പറഞ്ഞത് ജസ്വിന്റെ കല്യാണക്കാരെയാ. അത് എന്റെ കുടുംബത്തിനായിരിക്കണമെന്ന് നീ പറഞ്ഞു. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അതിലൊരിക്കലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് വേണ്ടത് വെച്ച് ഇറങ്ങിപ്പോയാ പിന്നെ അത് ജസ്റ്റിനെ നല്ലതുപോലെ എഫക്ട് ചെയ്യും. അത് നിനക്കും അറിയാലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒരു മോൾ മാത്രമല്ല, എനിക്ക് രണ്ടാമതൊരു മോൾ കൂടെ ഉണ്ട്, ദിയ. അതുകൊണ്ട് എന്റെ മോള് ദിയ നിന്റെ വീട്ടിലേക്ക് വരുന്നതില് നിനക്ക് സമ്മതമാണോ? എന്താ പറയുന്നേ? ആന് പകരം ജസ്റ്റിൻ ദിയനെ കല്യാണം കഴിക്കണം. അതിന് ദിയ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലാതെ ഈ ഒരു സിറ്റുവേഷൻ ഇവർ രണ്ടുപേരും ഇപ്പോഴും അടിയാ. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ദിയക്ക് കല്യാണം സമ്മതിക്കുന്നു. എന്ത് സമ്മതിക്കില്ലെന്ന് മിണ്ടിപ്പോയത് നീ. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എല്ലാവരും നിൽക്കാൻ കാരണം ദിയ തന്നെയാ. അതിനിപ്പോ ആരെവിടെ നീ ആചരിച്ചാലും എനിക്കറിയാം. കാരണം ദിയ
എന്നോട് പറഞ്ഞു തന്നെയാ ഈ കല്യാണം അവളെ സമ്മതിക്കില്ലെന്ന്. അവൾ എന്തായാലും മുടക്കൂന്ന്. എന്തായാലും അതുപോലെ തന്നെ ചെയ്തല്ലോ. ഇപ്പൊ ഇങ്ങനെ വരാൻ അവള് തന്നെയല്ലേ കാരണം. അപ്പൊ അവള് തന്നെ അത് പരിഹരിക്കട്ടെ. നിനക്ക് ആൻ എവിടെന്നറിയാവോ? അവൾക്ക് എന്താ പറ്റിയത്? പ്ലീസ് ജസ്വാൻ, ഒന്നും മിണ്ടാതിരിക്കും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ആൻ എന്താ പറ്റിയത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഓ, അല്ലെങ്കിൽ അല്ലെന്നങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ ചൂടാവുന്നേ? ഇത് നേരത്താണ് നിനക്ക് വേണ്ടി പറയുന്നത്. എന്നോട് ചോദിച്ചാൽ മാത്രം 100 നാവാണത് നിനക്ക്. എന്താ സ്വന്തം അച്ഛൻ പറഞ്ഞപ്പോ നിന്റെ വായില്ല പൂച്ച വിട്ട് കൊടുക്കായിരുന്നോ? ഓ ജസ്വിൻ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ വായിൽ പൂച്ചയോ പട്ടിയോ എന്നൊന്നും വിട്ട് കൊടുക്കട്ടെ. അതിലേക്ക് തനിക്കെന്താ? തന്റെ ആയിരുന്നൊക്കെ പോരെ. ഇതെത്തന്നെ മര്യാദ സംസാരിച്ചോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ജസ്റ്റിൻ ആരാണെന്ന് നീ അറിയും. എന്റെ പൊന്നോ, അതിന്റെ തുടങ്ങി തന്നെ എനിക്ക് മതിയായി. ഇനി കൂടുതലായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും തന്നെ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എന്നോട് മിണ്ടായിരിക്കാൻ പറയും. നീ ആരടി? എന്റെ മറ്റവളോ? ഓ, മറ്റവളെ നിന്റെ നോക്ക് ജസ്വിൻ, നിനക്ക് മിണ്ടണം, നീ മിണ്ടിക്കോ. പക്ഷെ ഈ ചെവിന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെയാണ്. അത് ഞങ്ങളോട് കേൾക്കുന്നുണ്ട്. ആഹാ, എനിക്കിപ്പോഴാ മനസ്സിലായി കേട്ടോ. ദേ, ഞാൻ ആകെ ചോദിച്ചത് ആന്റെ കാര്യമാണ്. അതറിയാമെങ്കിൽ അറിയാന്ന് പറ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല പറ. അതിനിടയ്ക്ക് നിന്റെ എന്നെ പഠിക്കാൻ പറ്റുന്നത്? അമ്പോ, ഞാനല്ല തന്നെ ഭരിക്കാനായിട്ട്. പിന്നെ എല്ലാവരും വെച്ച് ഞാനല്ലേ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന്. അപ്പൊ എന്നെ വീണ്ടും വിളിച്ചോണ്ട് ആവശ്യം എന്തുവാ? ഇതെന്താടാ ഇത്? സൺഡേയോ? നോനോ, സൺഡേക്ക് ഇതിലും സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ല, ഈ ജസ്റ്റിൻ എന്താ കാണിക്കുന്നത്? ഒന്നും സ്വന്തം കല്യാണം മുടങ്ങിയിരുന്നു. പിന്നെ ദിയുടെ കാർഡ് നോക്കുകയാണെങ്കിൽ സ്വന്തം ചേച്ചിനെ കാണാനില്ല. എന്നിട്ടാണോ ഇത് കീരിയും പാമ്പുള്ളിയും അടി ഉണ്ടാക്കുന്നത്? അല്ല ജാക്സൺ, നീ എന്താ കണ്ടിട്ട് ഒന്നും പറയാതെ? ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നോണ്ടാ. പോകെ പോകെ ശീലായിക്കോളും. പിന്നെ ഞാനിത് ഡെയിലി കണ്ട് എനിക്കങ്ങ് ശീലായി. ഇത് ചെറിയ ഫൈറ്റാ, ഇതിലും വലുത് എത്രയോ കണ്ടിരിക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഓഹോ, അപ്പോ ഇതിവരുടെ സ്ഥിരം കലാപരിപാടിയാണല്ലേ? തോന്നി. രണ്ടുപേരും തമ്മിൽ നല്ല മാച്ച് ഉണ്ട്. എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നേ? കണ്ടിരിക്കാൻ തന്നെ കുറച്ച് സുഖമൊക്കെ ഉണ്ട്. ആ, ഇത് ആദ്യം കുറച്ച് സുഖമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങ് തുടങ്ങിക്കോളും. പിന്നെ നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. ഇച്ചായ, ദാ അങ്ങോട്ട് നോക്ക്. ഇത്ര വലിയ സീരിയസ് സിറ്റുവേഷനിൽ പോലും രണ്ടുപേരും പരസ്പരം പറഞ്ഞു ചെയ്യാൻ നോക്ക. ഇവരെ കൊണ്ടാണോ ഇച്ചായൻ കല്യാണം ചെയ്യാൻ പോകുന്നത്? പിള്ളേരെ, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാനാണ് നിങ്ങൾ വന്നത്? ഇത്ര വലിയ സീരിയസ് സിറ്റുവേഷൻ നടക്കുക നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കിയിരിക്കണം. ഞങ്ങൾ പറഞ്ഞത് കളി തമാശക്കല്ല. നിങ്ങൾ രണ്ടൊരു കല്യാണം നടത്താൻ പോവാ. എന്ത്? അപ്പോ നിങ്ങൾ ഇത്ര പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? മോളെ, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. എന്ത് ചെയ്ത ഇപ്പൊ ഈ കല്യാണം നടക്കേണ്ടത് ഞങ്ങളുടെ പേരൻസിന്റെ ആവശ്യം. ഞാൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അച്ഛാ, പക്ഷെ ഞാൻ മോളെ, നീ ഇതിന് പറ്റില്ലാന്ന് മാത്രം പറയരുത്. ഇതിപ്പോ മോളെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ആ ഒരു സ്ഥലത്ത് മോളാണ് നിൽക്കുന്നത്. എന്റെ മോളെ വേണമെന്ന് മാത്രം പറയരുത് പ്ലീസ്. मैंने खुद को मुझ में तुझको मुझ में कर दिया है शाम। मैं था अधूरा पाके तुझको हो गया मुकाम। मैंने खुद को मुझ में तुझको मुझ में कर
होश भी तू ही मेरी बेखुदी तू ही मेरी बेसुधी എനിക്കിപ്പോഴാ സമാധാനമായത്. പപ്പ, അലൻ, നീ നീ എവിടെയായിരുന്നു? നീ നീ ഇത് ആന്റെ കൂടെ? പപ്പ, നിങ്ങളെല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. എൻ്റെ മാരേജ് കഴിഞ്ഞു. എന്ത് മാരേജോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പപ്പ, പ്ലീസ് പപ്പ. മിണ്ടിപ്പോയിരുന്നു. ഇത്രയും വലിയ ചതി എന്റെ മക്കൾ രണ്ടുപേരും കൂടെ എനിക്ക് വെച്ച് കഴിഞ്ഞിട്ട് തരുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അല്ലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ എന്ത് കുറവ് വരുത്തിയിട്ടുള്ളത്? നമ്മളോട് തന്നെ കാണുമായിരുന്നു ഇത്ര വലിയൊരു ചതി. പപ്പ, പ്ലീസ് ഇങ്ങനൊന്നും പറയല്ല. ഞാനിങ്ങനൊന്നും സ്വപ്നത്തെ പോയി വിചാരിച്ചിട്ടില്ല. എനിക്ക് ആരല്ലാണ്ട് പറ്റില്ല. ജസ്റ്റിനെ ഞാനത് കണ്ടിട്ടില്ല പപ്പ. അത് പറയാൻ പേടിച്ചിട്ടാ. അതുകൊണ്ട് ഞങ്ങള് എന്നെ മേല നീ അങ്ങനെ വിളിച്ചു പോകരുത്. എനിക്കിങ്ങനൊരു മൂളുമില്ല. പിന്നെ അലൻ, നീ ചെയ്യുന്ന വിശ്വാസം എന്തിനാ? ഒരു വാക്ക് നിങ്ങളോട് പറയായിരുന്നു. എങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ പപ്പ, മമ്മി, നിങ്ങളെങ്കിലും മനസ്സിലാക്കും. അങ്ങനെ ഒരു നിമിഷത്തേക്ക് എല്ലായിടവും നിമിഷത്തുമായി. ഏകിക്കും ആനും എന്ത് പറയണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജെ.കെ. അവരെ രണ്ടുപേരും വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇത് കണ്ട പേരൻസിന് അതിനെ എതിർക്കാൻ തോന്നിയില്ല. എന്താ ചാടി ചത്താലോ എന്ന് ആലോചിക്കുന്നുണ്ടോ? അല്ല, ഇങ്ങനെ നോക്കിയിരിക്കുന്നോട്ട് ചോദിച്ചതാ. എനിക്കെന്താ വയ്യേ? അതേടി, എനിക്ക് വയ്യ. എന്താ മാറി തരുമോ? വയ്യെങ്കിൽ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്ക്. വേണമെങ്കിൽ ഞാൻ തന്നെ ബുക്ക് ചെയ്ത് തരാം. ഓഹോ, അതെന്താ? നീ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ശരി, എനിക്കെന്താ വേണ്ടേ? അങ്ങനെ ചോദിക്കാനാണെങ്കിൽ എനിക്ക് പറയാനില്ല, തരാനുള്ളത്. എന്താ? എന്ത്? നോക്ക് ജസ്റ്റിൻ, ചുമ്മാ മറ്റൊക്കെ പേര് കാണിക്കാൻ നിനക്ക് പ്ലാനില്ലേ? അത് ഞാനൊന്നും സമ്മതിക്കില്ല. ഹലോ മാഡം, എക്സ്ക്യൂസ് മീ. അമ്മ ഫുഡ് ഒന്നും കിട്ടി. നീ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. അത് തരാൻ വേണ്ടി വന്നതാ. അതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്താ ഓർക്കാനാ? ഞാനൊന്നും ഓർത്തില്ല. താൻ മടി ഫുഡ് തരുന്നുണ്ട്. അങ്ങനല്ലല്ലോ എന്റെ ദിയമോളെ. നീ വേറെന്തോ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞു. എന്താ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അത് തന്റെ വെറും തോന്നല. ഞാൻ തരുന്ന ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നും താൻ എടുത്തില്ല. അതുകൊണ്ട് താൻ അതോടത്തെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ? എന്ത്? നീ എന്താ ഉദ്ദേശിച്ച?
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പേഴ്സണാലിറ്റി അല്ല തനിക്കുള്ളത്. ആ പിന്നെ അതുപോലെ തന്നെ ആവാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഓ അതായിരുന്നു. ഞാനോടത്ത് നീ മറ്റേതാ ഉദ്ദേശിച്ചു. എന്ത് മറ്റേത്? അത് പിന്നെ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയാമോ? അത് പിന്നെ ഒന്നുമില്ല. ആ ശരി ശരി. എങ്കിൽ പിന്നെ ആ ഫുഡും തരാം. വയനാട് ഞാൻ തരാലോ. ഞാൻ വാടി തരണോ? ഓ അതിന്റെ ആവശ്യമില്ല. ദൈവം സഹായിച്ച് എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ താലി കിട്ടുന്നതൊരു ഭർത്താവിന് അധികാരം കാണിക്കാൻ പാടില്ല. ഹേയ്, അതിന് ആ അധികാരം ചോദിച്ചു ആര് പറഞ്ഞു? എനിക്കൊന്നും വേണ്ട നിന്റെ ഭർത്താവ് എന്നുള്ള പദവി. പിന്നെ എന്റെ ടൈപ്പ് ഒന്നല്ല നീ. എന്റെ ടൈപ്പ് കുറച്ചൊരു സ്പൈസ്ഡ്. നീ അങ്ങനെയല്ല. ഹലോ അമീസ്. അപ്പം എല്ലാവരുടെ കൺഫ്യൂഷനും അറിയല്ലോ. എന്തായാലും എനിക്ക് പേഴ്സണലി കുറച്ച് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി കുറച്ചൊരു ലെങ്തി എപ്പിസോഡ് ആക്കാം എന്നാണ് ഓർത്തത്. പക്ഷേ സ്റ്റോറേജിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും സാധിച്ചില്ല. അപ്പോൾ ഇത് 2 എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് ഒരെണ്ണമായി, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു എപ്പിസോഡ് കൊണ്ട് വരും. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ എപ്പിസോഡ് ചെയ്തു. അതായത് എനിക്ക് സ്റ്റോറി ഫുൾ കണക്ട് മൊത്തം അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ എപ്പിസോഡ് ചെയ്ത് ആ എപ്പിസോഡിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യാമെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒറ്റ എപ്പിസോഡിലെല്ലാം പരിപാടി തീരും അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ് നമ്മളെ ചതിച്ചു. അതുകൊണ്ട് രണ്ടും 2 പാർട്ടാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അതവിടെ ഇട്ടിട്ട് ഈ എപ്പിസോഡ് ഫുൾ എഡിറ്റ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് വന്നത്. എന്തായാലും എല്ലാവരുടെ കൺഫ്യൂഷനും മാറിയല്ലോ. എന്തായാലും ഇനി നമ്മൾ ഇന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. എന്തായാലും ഇനി തൊട്ട് നമ്മൾ വെച്ചിട്ട് കേൾക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.